ഇന്നലെ മന്ത്രിമാര് മെഡിക്കൽ കോളേജിൽ ഈ പോസ്റ്റ്മോർട്ടം പ്രക്രിയ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി ഇടപെട്ടു. ഇന്നലെ യഥാർത്ഥത്തിൽ ആ പോസ്റ്റ്മോർട്ടം വൈകുന്ന നിലയുണ്ടായിരുന്നു. കാരണം ഇൻക്വസ്റ്റ് താമസിച്ചു. അതിന്റെ ഭാഗമായിട്ട് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നപ്പോൾ അല്പം വൈകുന്ന നിലയുണ്ടായി. അപ്പോഴാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം തന്നെ ജില്ലാ കളക്ടറുടെ ഉത്തരവ് സമ്പാദിച്ചിട്ടാണ് അല്പം വൈകിയ പോസ്റ്റ്മോർട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കിയത്. അപ്പോഴാണ് ബന്ധുക്കള് മൃതദേഹം മുട്ടുകരയിലെ ആശുപത്രിയിൽ സൂക്ഷിക്കാം, വിദേശത്ത് ഒരു ബന്ധു കൂടി വരാനുണ്ട്, അവരെ കാക്കണം, അതുകൊണ്ട് എന്നിട്ട് നാളെ രാവിലെ എടുക്കാമെന്നൊരു തീരുമാനം എടുത്തിരുന്നു. ആ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകുന്ന മുതൽ ഞങ്ങൾ ആ മൃതദേഹത്തെ അനുധാവനം ചെയ്ത് മുട്ടുകര ആശുപത്രിയിൽ എത്തി. മോർച്ചറിയിൽ വെക്കുന്ന ഘട്ടത്തിൽ CK MLA ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ മൃതദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അത് മാധ്യമങ്ങളിലും ഒപ്പം തന്നെ ഉണ്ടായിരുന്ന കാര്യമാണ്. അതിനുശേഷം ഞങ്ങൾ ആ വീട്ടിൽ പോയി വിശദമായിട്ട് സംസാരിച്ചു, ബന്ധുക്കളുമായിട്ട് സംസാരിച്ചു. മന്ത്രി വീണ ജോർജുമായിട്ട് ടെലിഫോണിൽ ആ സമയത്ത് വിളിക്കുമ്പോൾ അവർ കൊട്ടാരക്കര ആശുപത്രിയിലായിരുന്നു. അപ്പം മന്ത്രി എന്നോട് പറഞ്ഞത് ആ വീട്ടിലെ ആവശ്യങ്ങൾ എന്താണോ ആവശ്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അറിയിക്കുക, രാവിലെ മറുപടി പറയുന്നതാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഇദ്ദേഹം മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് അതുപോലെ തന്നെ മറ്റു ബന്ധുക്കൾ നമ്മുടെ കൂടിയാലോചിച്ചിട്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സർക്കാരിന്റെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് അവർ പറഞ്ഞത്. ആ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിമാർ VN വാസവനെയും അതുപോലെ തന്നെ വീണ ജോർജിനെയും ഞങ്ങൾ അവരുടെ അഭിപ്രായങ്ങളിലേക്ക് അറിയിക്കുകയുണ്ടായി. അക്കാര്യങ്ങളുടെ ഒരു പ്രതികരണം അവിടെ ഒന്ന് നടത്താം. അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ടെലിഫോണിൽ ബിന്ദുവിന്റെ ഭർത്താവിനെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തത്. ഇന്ന് ഏതാണ്ട് 2-2:30 മണിയോട് കൂടിയാണ് വീണ ജോർജ് അവരോട് സംസാരിച്ചത്. ഇന്നലെ കൊട്ടാരക്കര ആശുപത്രിയിൽ വെച്ച് ഈ ശാരീരികമായി ബുദ്ധിമുട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ അവർ ആ സമയത്ത് സംഭാഷണം നടത്താൻ കഴിയുമായിരുന്നു. ആ സമയത്ത് ടെലിഫോണിൽ കിട്ടുന്നില്ലായിരുന്നു, കാരണം മനുഷ്യർക്ക് ഫോൺ ആ സമയത്ത് എടുക്കാനാകുമായിരുന്നില്ല. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. മന്ത്രി VN വാസവൻ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് അവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇന്നലെ എല്ലാ കാര്യങ്ങളിലും ഇവർ രണ്ടാളും ഇടപെട്ടിരുന്നു എന്നതുകൊണ്ട് ഞങ്ങളെല്ലാം ആ വീട്ടിൽ പോവുകയും അതിന്റെ ഭാഗമായിട്ട് അവരോടൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇന്ന് അവിടെ ആ സംസ്കാര ചടങ്ങ് നടക്കുന്ന അല്ലെങ്കിൽ പൊതുദർശനം നടക്കുന്ന ആ വേളയിലൊക്കെ അവിടെ പ്രതിപക്ഷ നേതാവടക്കം പലരെയും അവിടെ കാണുന്നുണ്ടായിരുന്നു. ചാണ്ടി ഉമ്മൻ അടക്കം MLA മാരെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ CK ആശ MLA, അതിനുശേഷം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, അവരെയൊക്കെയാണ് നമ്മൾ അവിടെ പ്രത്യക്ഷത്തിൽ കണ്ടത്. താങ്കൾക്ക് ഇന്ന് ആ ചടങ്ങിനൊന്ന് പോകാമായിരുന്നു, അടുത്തല്ലേ? അല്ല, അവിടെ ഞങ്ങളെല്ലാവരും ഇന്നലെ മൃതദേഹത്തോടെ അനുധാവനം ചെയ്ത് അവിടെ എത്തിയിരുന്നു എന്നുള്ളതും അതിന്റെ ഭാഗമായിട്ട് ആ വീട്ടിൽ പോയി സംസാരിച്ചിരുന്നുള്ളതും ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ മൃതദേഹം ഇന്നലെ തന്നെ കണ്ടയാളാണ്, അന്ത്യോപചാരം അർപ്പിച്ചയാളാണ്, അതിനോടൊപ്പം നിന്നയാളാണ്. അപ്പൊ അതിന്റെ ഭാഗമായി എന്താണോ കുടുംബത്തിന് ചെല്ലേണ്ടത് അതോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ധാരണ. അതിലേതെങ്കിലും തരത്തിൽ മറ്റാരെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യത്തിലല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, മറ്റാരെയും ബോധ്യപ്പെടുത്താൻ ഞാൻ അങ്ങയെ നിർബന്ധിക്കുന്നില്ല അഡ്വക്കേറ്റ് അനിൽകുമാർ. അങ്ങയോടാണല്ലോ മന്ത്രിമാർ രണ്ടുപേരും നിർദ്ദേശിച്ചത്. അവർക്ക് കുടുംബത്തിന് എന്താണ് ആവശ്യം അത് മനസ്സിലാക്കി അറിയിക്കാൻ പറഞ്ഞല്ലോ. താങ്കൾ ആ കുടുംബത്തിന്റെ ആവശ്യമായി മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? അല്ല, മന്ത്രിമാര് ഈ കുടുംബത്തിൽ വന്ന് ഇവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ കുടുംബത്തിൽ നിന്നും ഉയർന്നു വന്ന ആവശ്യങ്ങൾ എന്താണോ ആവശ്യങ്ങൾ മന്ത്രിമാരെ ധരിപ്പിച്ചിട്ടുള്ളത്. ആ ധരിപ്പിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട മന്ത്രിമാരാണ്. അത് കൃത്യമായിട്ടും സർക്കാർ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞതിൽ എല്ലാം ഉണ്ട്. നമുക്കും ആവശ്യം അത് തന്നെയാണ്. ആ കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടമായത്. ഈ ഒരു മരണം ആ കുടുംബത്തിലുണ്ടാക്കിയ ആഘാതം എത്രയാണ് എന്ന് കോട്ടയത്ത് തന്നെയുള്ള താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു ആഘാതത്തിൽ അവർക്കൊപ്പം ഉണ്ടാകും എന്നുള്ള ആ ഒരു ഉറപ്പ് അത് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റായി നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ആ കുടുംബത്തെ ചേർത്ത് നിർത്തുക, അതാണ് മനസാക്ഷിയുള്ള എല്ലാവരും ചെയ്യേണ്ടത്. അതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും നമ്മൾ കാണേണ്ടതുമില്ല. എന്തായാലും താങ്കൾ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു, രാത്രിയിൽ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയത് നന്നായി. കാരണം പ്രതിപക്ഷം വലിയ രീതിയിൽ ഇതൊരു പ്രചാരണായുധമാക്കി ഈ മരണവേളയിലും ഉന്നയിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടല്ലോ. താങ്കൾക്കും അത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകുമല്ലോ. സുജയ, ഒരു സത്യം തുറന്നു പറയാം. ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ആ കുടുംബമായിട്ട് ഇന്ന കാര്യങ്ങൾ ധാരണയായി. ആ ധാരണയായ കാര്യങ്ങൾ ഔദ്യോഗികമായി സർക്കാർ നിലയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടതാണ്. അത് കൈകാര്യം ചെയ്യുന്ന സർക്കാരിന്റെ രീതിയുണ്ട്. അപ്പൊ അതിനെ അനൗപചാരികമായി ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗത്തുള്ള ചുമതല. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് സത്യത്തിൽ ഉചിതമല്ല. അവിടെ എന്താണോ വേണ്ടത് ആ പരിഹാരമാണ്. ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ പറഞ്ഞു. ആ കാര്യങ്ങൾ തീരുമാനമുണ്ട് എന്നുള്ളത് നല്ല ബോധ്യം അവർക്കുണ്ട്. അത് തീരുമാനം ഉണ്ടാകും, സർക്കാർ ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങൾ നല്ല ബോധ്യമുണ്ട്. ആ ധാരണയിലാണ് ആ കുടുംബം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തുടക്കം മുതൽ അതിനോടൊപ്പം ഉണ്ടായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ അവിടെ ആ മൃതദേഹം അവിടെ എത്തിയപ്പോൾ അവിടെ സന്ദർശനത്തിന് പോയിരുന്നു. പാർട്ടി നേതാക്കളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത്
ആ വീട്ടിൽ ഇന്നലെ ആദ്യം പോയ പാർട്ടി നേതാവ് CPM-ന്റെ ഏരിയ സെക്രട്ടറി CM കുസുമനാണ്. ഡോക്ടർ CM കുസുമൻ തലവലപ്പറമ്പ്. 12:50 മരിച്ചുപോയ ബിന്ദുവിന്റെ മാതാവിനോട് ഈ കാര്യം സംസാരിക്കുന്ന ഘട്ടത്തിൽ ആദ്യമായി അവരോട് ആശയവിനിമയം നടത്തുന്നത് ഈ ഡോക്ടർ CM കുസുമനാണ്. ഞാൻ ഈ മാതാവിനോട് സംസാരിച്ചാണ്. മാതാവ് അപ്പോൾ തന്നെ പറഞ്ഞു, ആദ്യം തന്നെ സാറല്ലേ ഇവിടെ വന്നത്, ഞങ്ങൾക്ക് വേറെ ആരാ ഇവിടെ ഉള്ളത്, നിങ്ങളെല്ലാവരോടും കൂടി ഞങ്ങളെ സഹായിച്ച് തീരുമാനമാക്കി തരണം. ഞങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞു, നമ്മളെല്ലാം ഈ സന്ദർഭത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പരിഹാരം ഉണ്ടാക്കുന്നു. ഓക്കെ അത് പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് പിരിഞ്ഞത്. ഓക്കെ, ആ കുടുംബത്തിന് അത് ഉറപ്പായല്ലോ, അത് മതി. ബാക്കി പ്രതിപക്ഷം എന്ത് പറയുന്നു എന്നുള്ളതിൽ കുടുംബത്തിന് ഇന്നലെ തന്നെ ഉറപ്പായിരുന്നു. അതാണ് വിശ്രുതന്റെ ഒരു പ്രതികരണം. പക്ഷേ ഇന്ന് രാവിലെ വന്നിരുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ മറന്നുപോയത് കൊണ്ടാകാം. ഇന്ന് രാവിലെ വിശ്രുതൻ പറഞ്ഞ കാര്യം ഇങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ആശയക്കുഴപ്പം ഉണ്ടായത്. മാധ്യമങ്ങളോട് വിശ്രുതൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് വിശ്രുതൻ സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ച കാര്യം, പാർട്ടി എന്ന നിലയ്ക്ക് ഇക്കാര്യങ്ങളിൽ ആശയവിനിമയം നടത്തിയ കാര്യമൊക്കെ മാധ്യമങ്ങളോട് പൊതുവിൽ വെളിപ്പെടുത്തുകയുണ്ടായി. അപ്പൊ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഔദ്യോഗികമായി ചെയ്യേണ്ടത് മന്ത്രിമാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമാണ്.